സൂപ്പർ ലീഗ് കേരളയിലെ ഇന്ന് കണ്ണൂർ വാരിയേഴ്സ് വേഴ്സസ് കാലിക്കറ്റ് FC മത്സരം. കണ്ണൂർ വാരിയേഴ്സ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ വീണ്ടും നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് സ്വന്തം കാണികളുടെ മുന്നിൽ അവർക്ക് നടത്താൻ സാധിച്ചത്. 2-നെതിരെ 1 ഗോളിന് കണ്ണൂർ ഇന്ന് പരാജയപ്പെട്ടു. വീണ്ടും മികച്ചൊരു പ്രകടനം അവരുടെ ഭാഗത്തുനിന്നും നടത്താൻ സാധിച്ചില്ല. മറുവശത്ത് ഏറ്റവും കൂടുതൽ മികച്ച പ്രകടനം, അതിന് ഏറ്റവും ചുക്കാൻ പിടിച്ചത് കാലിക്കറ്റിൻ്റെ പരിശീലകൻ തന്നെയാണ്, എവർ എഡ്രിയാൻ ഡെൽമാഡെ. അദ്ദേഹം 8 മാറ്റങ്ങളാണ് ഇന്നത്തെ ആദ്യ 11-ൽ വരുത്തിയത്. പല താരങ്ങളും ആദ്യമായിട്ടാണ് ആദ്യ 11-ൽ കളിക്കുന്നത്. പക്ഷേ മികച്ച പ്രകടനം ആ ടീമിൽ നിന്നും ഉണ്ടായി. മാത്രവുമല്ല, ഈ ബെഞ്ച് സ്ട്രെങ്ത് ഈ ടീമിന് നൽകുന്ന ഊർജം ഒരു പ്രത്യേക ഊർജം തന്നെയായിരിക്കും. കാരണം ഡിഫൻസിൽ 3 മാറ്റങ്ങൾ, മിഡ്ഫീൽഡിൽ ആകെ മാറ്റം വരുത്തി, 2 മുന്നേറ്റ നിരയിൽ മാറ്റം വരുത്തിയിട്ടാണ് ഈ ടീം മികച്ച ഒരു വിജയം നേടിയിരിക്കുന്നത്. സോ കാലിക്കറ്റ് നമുക്കറിയാം ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. ബട്ട് എക്സലൻറ്റ് പെർഫോമൻസ്. ഇപ്പോഴും കണ്ണൂരിൻ്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഒരു വിദൂര സാധ്യത ഇപ്പോഴും കണ്ണൂർ വാരിയേഴ്സിന് പ്ലേ ഓഫിലേക്ക് എത്താൻ അവർക്ക് സാധ്യതയുണ്ട്. അവസാന മത്സരം വരെ കാത്തു നിൽക്കുകയും വേണം, അത് ജയിക്കുകയും വേണം. മറ്റ് ടീമുകൾ കൃത്യമായി പരാജയപ്പെടുകയും വേണം കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം.